ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാനിന്ന് കാണിക്കുന്നത് രണ്ടാമത്തെ നോമ്പ് തുറേൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ്. ഒരു റെസിപ്പി വീഡിയോ എടുക്കും പോലെയല്ല, കുറേ ഐറ്റം എടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഡിലേ ആയി പോയതാണ്. അത് എഡിറ്റ് ചെയ്യാനും സൗണ്ടെല്ലാം കൊടുക്കാനും പറ്റാണ്ടായി, കാരണം നമുക്ക് ഈ ടൈമില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിക്കാന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മൾ മലബാർ കണ്ണൂർ ഭാഗത്തുള്ള ഒറോട്ടി ഉണ്ട്, ടയർ പത്തിൽ എന്നെല്ലാം പറയും. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ പോവാണ്. ഞാൻ ബോയിൽഡ് റൈസ്, ഗ്രീൻ ഫാമിൻ്റെ ബോയിൽഡ് റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു റൈസ് ആണെങ്കിൽ സുഖമായിട്ട് നമുക്ക് പത്തിൽ ചുടാൻ പറ്റും. അരിപ്പൊടീനെ കൊണ്ടെല്ലാം ചുടുന്നുണ്ട് കേട്ടോ. പക്ഷെ അരി അരച്ച് നമ്മളെ നാട്ടിലത്തെ ആ ഒരു തനതായ ശൈലിയിൽ ഓട്ടുകല്ലിലും അതുപോലെ തന്നെ വായിലെല്ലാം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അരി തന്നെ വേണ്ടേ, ഗ്രൈൻഡർ ഇല്ലാന്നാളും അതിന് പകരം ഞാൻ മിക്സിയിലാണ് അരക്കുന്നത്. 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നാട്ടിലാണെങ്കിൽ റേഷൻ പീടികയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റേഷൻ അരിയാണ് എടുക്കൽ. ഇവിടെ ആകുമ്പം ഞാൻ അതേപോലെ കാണുന്നത് ഈ ഒരു അരിയാണ് കറക്റ്റ്, അതുപോലെ തന്നെ ഏകദേശം ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. അത് വേഗം എനിക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 മണിക്കൂർ മതി, അല്ലെങ്കിൽ തലേന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാലും മതി. ഇപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് 2-3 മണിക്കൂർ അരി കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കറക്റ്റ് ആയിരിക്കും. ഇപ്പം എനിക്ക് കാണാൻ പറ്റും 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, അരി എല്ലാം കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ ഒരു അരി തന്നെയാണ് ഞാൻ നെയ്പ്പത്തിലും അതുപോലെ നമ്മളെ നാട്ടിലത്തെ പരുത്തിപ്പത്തിലുണ്ട് അതും ചുടലുണ്ട് കേട്ടോ. അതിപ്പം ഞാനിവിടെ അരിപ്പൊടീനെ കൊണ്ടാണ് ചുടുന്നത്. അതിൻ്റെ എല്ലാം ഞാൻ റെസിപ്പീസ് ഇതിൽ മുന്നേ ഇട്ടിട്ടുണ്ട്, പരുത്തിപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നെല്ലാം. വലിയ മിക്സീൻ്റെ ജാറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത്, ഇതുപോലെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് അരിഞ്ഞ് കിട്ടൂല. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി പോവണ്ട, അരയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളം. ഇപ്രാവശ്യം എന്നോട് വെള്ളം ഒന്ന് കൂടിപ്പോയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അരച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത്രയും വേണ്ട കേട്ടോ വെള്ളം. അഥവാ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആമീസ് പൊടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അരിപ്പൊടിയോ കൊണ്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. പണ്ടെല്ലാം ഞാൻ ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ച് അതിൻ്റെ മേലെ വെള്ളം ഉണ്ടാവും, അത് അരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ചെയ്യൽ. അരിപ്പൊടിയൊന്നും ചേർക്കാണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പത്തിൽ ചുടൽ. ഇപ്പം എല്ലാം ഞാൻ അരിപ്പൊടിയാണ് മിക്സ് ചെയ്യൽ. അരച്ച അരിപ്പ് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുറച്ച് ലൂസായിട്ടുണ്ട്. ഇനി രണ്ടാമത്തതും ഞാൻ അരക്കുന്നുണ്ട്. അതിൽ ഞാൻ ഒഴിച്ച വെള്ളവും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തേനെക്കാട്ടും ടൈറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കറക്റ്റ് ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം നാട്ടിൽ നിന്ന് വരുമ്പം കുഞ്ഞ് ഗ്രൈൻഡറെല്ലാം കൊണ്ടുവരും കേട്ടോ. അല്ലെങ്കിൽ സുജാതേൻ്റെ മിക്സി അത് നന്നായിട്ട് അരഞ്ഞു കിട്ടും, അതും ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അരിയെല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. 3 കപ്പ് ഇതിലും കൂടുതലുണ്ട് കേട്ടോ. ഞാൻ നെയ്പ്പത്തിന് വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ ഒരുമിച്ചിട്ടാണ് അരി അരക്കുക, ഗ്രൈൻഡറിലല്ലേ അരക്കുന്നത്, അതുകൊണ്ട് വേഗം അരഞ്ഞു കിട്ടും. ഈ അരി കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആമീസിൻ്റെ പൊടി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ആമീസിൻ്റെ പത്തിരിപ്പൊടി അല്ലെങ്കിൽ നന്മേൻ്റെ പത്തൽപ്പൊടി, അങ്ങനെ വേറെ ഏതെങ്കിലും കമ്പനീൻ്റെതും കിട്ടും. അപ്പോൾ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കറക്റ്റ് എനിക്ക് പത്തിൽ ചുടേണ്ട അതേ ഇതിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ നോമ്പായി കഴിഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കിയാൽ നാളെ ഉണ്ടാക്കുക, നാളെ വേറൊരു ഐറ്റം ആയിരിക്കും. അപ്പോൾ ഞാൻ നാളെ നെയ്പ്പത്തിലാണ് ചുടാൻ വിചാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുഞ്ഞിപ്പത്തിലുണ്ട് മോളിങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു ഓട്ടോയിലാണ് ഞാൻ ഒറോട്ടി ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ ഒരു 4 വർഷമായി ആദ്യമേ ഉണ്ടാക്കുന്നതാണ്. ഇതെനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ തന്നതാണ്. ഇത് രണ്ടാമത്തത്, ഇത് പുതിയതാണ്. ഇത് ഞാൻ വരുമ്പം വാങ്ങിച്ചതാണ്. ഇത് വേഗം ചൂട് ഇതിലേക്ക് തട്ടും. നാട്ടിൽ നിന്ന് അടുപ്പത്തെല്ലാം വെക്കുന്നതാണെങ്കിൽ ഒരു വലിയ ഓട്ടുകല്ല് വെച്ചിട്ട് 5 എണ്ണെല്ലാം നമ്മൾ ചുട്ടെടുക്കും. ഇനി ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് വായിലയാണ്, മെയിനായിട്ട് വേണ്ടതാണത്. അപ്പം ഞാൻ ഇതുപോലെ കുറേ വായിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എനിക്കിത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ തന്നതാണ്. ഇത് മാത്രമല്ല തക്കാളിയും പച്ചമുളകെല്ലാം കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഫ്രൂട്ടും ഇതെല്ലാം സെയിൽ ചെയ്യുന്നതാണ്. ഞാൻ ഈ വായിൽ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ എടുക്കും. ഇങ്ങനെ തന്നെയാണ് നമ്മൾ നാട്ടിൽ നിന്നും എടുക്കൽ. ആദ്യം അതിൽ നമുക്ക് പൊട്ടിപ്പോയിട്ടാ, പിന്നെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ കൂളായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും. ഇങ്ങനെ ആക്കിയിട്ട് വായിലെല്ലാം വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ചിട്ട് കവറിൽ ചുറ്റി വെക്കും. 1 മാസത്തോളം കേടുകൂടാണ്ട് നിൽക്കും കേട്ടോ. ഇനി ഇത്രയും വായിലാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിത് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഓരോന്നും ഇതിലാണ് ചുട്ടെടുക്കേണ്ടത്. ഈ ഒരു വായില ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. 1 ദിറംസാൻ തോന്നുന്നത്, ഒന്നിൽ 5 എണ്ണം ഉണ്ടാവും. ഇങ്ങനെ ചുറ്റിയിട്ടാണ് ഉണ്ടാവുക. അല്ല, ഒരു വായിലേക്ക് 1 ദിറംസാൻ തോന്നുന്നു. അപ്പം 5 എണ്ണത്തിന് 5 തോന്നേ. ഇതുപോലെ അരി ഉരുട്ടിയിട്ട് ഇതുപോലെ പരത്തി കൊടുക്കണം. വല്ലാണ്ടെങ്കിൽ പരത്തൊന്നും ചെയ്യണ്ട, അതുപോലെ നെയ്യൊന്നും പരട്ടണ്ട. എന്നിട്ട് വേറൊരു ഇല ഇതുപോലെ വെച്ചു കൊടുക്കണം. ചിലർ വിചാരിക്കുന്നുണ്ടാവും ഇത്ര കഷ്ടപ്പെട്ടിട്ട് പത്തിൽ കഴിക്കണമെന്ന്. പക്ഷെങ്കിൽ നമ്മളത് പണ്ട് മുതലേ കഴിച്ച ശീലമുള്ളതുകൊണ്ട് ഈ ഒരു നൊസ്റ്റാൾജിയ വേറെ എവിടെയും കിട്ടൂല. പിന്നെ പ്രത്യേകിച്ചിട്ട് ഇവിടെ വരുന്ന പ്രവാസികൾക്കൊന്നും കിട്ടാത്തൊരു സംഭവമാണ്. ഇപ്പം ചില ഹോട്ടലുകളിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പം ഞാൻ ഓട്ടുകല്ലിൽ വെച്ചിട്ടുണ്ട്. ഓട്ടുകല്ല് കുറച്ച് മുന്നേ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതവിടെ വെച്ചിട്ട്
എടുത്തിട്ട് ആവുന്ന ടൈം കൊണ്ട് ഞാൻ ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി തുടച്ചിട്ട് ഇതിൽ ഞാൻ ഇടിമുട്ട ഉണ്ടാക്കുന്നുണ്ട്. ഇടിമുട്ടേൻ്റെ റെസിപ്പി എല്ലാം ഇതിൽ മുന്നേ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നെയ്യ് ഒഴിച്ചിട്ട് എല്ലടി ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഇതിൽ മുട്ട ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ അസർ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചായക്കടികളാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഞാൻ മെയിനായിട്ട് ഇന്ന് നമ്മളെ കൂടെ ഹസ്ബൻഡിൻ്റെ കസിനും അവരെ വൈഫും മക്കളെല്ലാം ഉണ്ട്. അവർ നാട്ടിൽ പോവാണ്. നമ്മൾ കാർണൂർ എന്ന് പറയും. കാർണൂറ് മോനും മോൻ്റെ വൈഫെല്ലാണ്. അപ്പം മക്കളെല്ലാമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അവരിപ്പം നമ്മളോട് ഒരു 10-15 ദിവസമായി. അപ്പോൾ അവർ പോകുന്നതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 ജ്യൂസും 2 ചായക്കടിയും 2 മുത്തായ സ്പെഷ്യലുമാണ്. മുത്തായ എന്ന് വെച്ചാൽ നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഷാവും തെറാവിയും നിസ്കരിച്ച് കഴിക്കുന്നതാണ് മുത്തായം. അങ്ങനെ ഒറോട്ടി വാടിയോ നോക്കുന്നുണ്ട് ഞാൻ. വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇല മാറ്റിയിട്ട് ഇതുപോലെ വാട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെറുങ്ങനെ ഒന്ന് പൊന്തി വരും. അന്നേരം ഇങ്ങനെ തെരച്ചു കൊടുക്കണം. ഇങ്ങനെ ഇതുപോലെ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ തെരച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ചൂടുണ്ട്. നാട്ടിലാണെങ്കിൽ ചെറിയൊരു ക്ലോത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ തെരച്ചു കൊടുക്കുക. ഇതിങ്ങനെ തിരക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് അത് പൊന്തി വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കണ്ട ഇതുപോലെ കെട്ടിയിട്ടുണ്ടാവും. ഒരു പത്തിൻ്റെ 2 സൈഡും കുറച്ചൊരു കട്ടി ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ് ആയിരിക്കും. ഇതാണ് ഹൈലൈറ്റ്. ഇത് നമ്മൾ മീൻചാറോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയോ മുട്ടക്കറിയോ, മെയിൻ മുട്ടക്കറിയാണ്. ഇതെല്ലാം കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. ഇതിൽ ഞാൻ പശു നെയ്യ് 6 kg പരട്ടി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ തേങ്ങാപ്പാലും. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇനി ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങിനെ കൊണ്ട് ഒരു ചായക്കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ഉരുളക്കിഴങ്ങെല്ലാം ഞാൻ തൊലിയെല്ലാം കളയുന്നുണ്ട്. ഉണ്ടാക്കാൻ വിചാരിച്ചത് വേറൊന്നാണ്, ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് വേറൊന്നാണ്. അത് ഭയങ്കര രസമാണ് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ പണിയുടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിന് മുട്ടയെല്ലാം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ മുട്ടയെല്ലാം പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ സ്പൂണോ എടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇത് ഞാൻ നെയ്യെല്ലാം പെരട്ടിയിട്ടും ഇതുപോലെ ഉണ്ട്. അത് കുഴപ്പമില്ല. ഈ മുട്ട മസാലയെല്ലാം പെരുക്കിയിട്ട് ഒന്ന് നെയ്യിൽ വാട്ടിയെടുക്കണം. അത്രയേ ഉള്ളൂ. നേരത്തെ തൊലി കളഞ്ഞെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒറോട്ടി ചുട്ടപാട് തന്നെ തേങ്ങാപ്പാൽ മുക്കിയിട്ട് വെക്കും കേട്ടോ. അത് നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞെരണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും പാല്. ചിലർ തേങ്ങാപ്പാൽ പകരം വെറും പാല് ഉപയോഗിക്കുകയും ചെയ്യും. ചിലർക്ക് ഈ ഒരു ഒറോട്ടി വല്ലാണ്ട് സോഫ്റ്റ് ഇഷ്ടമല്ല, കുറച്ച് ഹാർഡിലാണ് ഇഷ്ടം. അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിക്കാണ്ട് 6 kg പശു നെയ്യോ പരട്ടി കൊടുക്കുക ചെയ്യുക. എന്നിട്ട് ചൂടാലെ കഴിക്കും. ഈ ഒരു ഉരുളക്കിഴങ്ങ് 2 സൈഡിലും സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇത് കണ്ടോലുണ്ടാവും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലെല്ലാം. പക്ഷെങ്കിൽ അവർ സിമ്പിളായിട്ട് ആക്കിയെടുക്കുന്ന കണ്ടിട്ടുണ്ട്. എനിക്കൊരു കോലം കൊണ്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടില്ല. സ്റ്റിക്ക് ഒരേ ഷേപ്പിലല്ല ഉള്ളത്. അത് മാത്രമല്ല കുറച്ച് തടിയും ഉണ്ട്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇടിമുട്ടയിൽ മസാലയെല്ലാം ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞളും പിന്നെ കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും, വേറെ ഒന്നുമില്ല. കുരുമുളക് തീർന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കലുണ്ട്. ഈ വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വാട്ടി എടുക്കണം. പൊരിക്കണ്ടേയില്ല. പൊരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടൂല. വാട്ടിയിട്ട് ഈ മുളകും ഇതെല്ലാം ഒരു ഗ്രേവി പോലെ നമുക്ക് കിട്ടും. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഗ്രേവി എന്നല്ല, അതിൻ്റെ മുകളിൽ മുളകെല്ലാം ഉണ്ടാവും. ആ ഒരു വാട്ടി ഒരു സ്മെല്ലും കൂടി നമുക്ക് വരും. ഇത് നമ്മളെ തട്ടുകടയിലെ മെയിനായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇടിമുട്ട. അതുപോലെ കണ്ണൂർ പിയാപ്പിളാർക്ക് രാവിലെ കൊടുക്കും. ഇത് ഇടിമുട്ട പൊരിച്ചതിൻ്റെ മസാല ബാക്കിയുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കോൺഫ്ലോറും കുറച്ച് മുളകിൻ്റെ പൊടി മിക്സ് ആക്കി എടുത്തിട്ട് ഇതുപോലെ ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ തോറ്റു കൊടുത്താൽ ശരിയാവില്ലല്ലോ. ആദ്യം കുറച്ചേനും കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷെങ്കിൽ ഇത് മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും പൊരിച്ചു കൊടുക്കുന്നതാണ്. ഈ ഒരു ഐറ്റം ഞാൻ നോമ്പെല്ലാം തുറന്നിട്ടാണ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. കാരണം കുറച്ച് മാത്രമേ അന്നേരം എടുത്തിട്ടുള്ളൂ. പിന്നീട് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കുറിച്ചിട്ട് പൊരിച്ചെടുത്തു. ഇത് ഉണ്ടാക്കിയിട്ട് ഇത്ര അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ടില്ല. വേഗം അവർ തീർത്തിട്ടുണ്ട്. എന്തോ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചത് എന്തോ ആയി എന്ന് പറഞ്ഞതിൻ്റോട്ടാണ്. എനിക്കൊരു പുതിയൊരു റെസിപ്പിയും കിട്ടി വേഗം ഉണ്ടാക്കാൻ പറ്റുന്നത്. ഒരു ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കഴിക്കും പോലെ ഉണ്ട്. സംഭവം സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മക്കൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ മുളക്, മഞ്ഞൾ, അതുപോലെ തന്നെ കുരുമുളക് ഇട്ടിക്കണ്ടേ നല്ലതായിരിക്കും. കോൺഫ്ലോർ, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, ഉരുളക്കിഴങ്ങ് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കും. അത്രയേ ഉള്ളൂ. ഇനി വേറൊരു ഐറ്റമാണ് വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. 2 തരം പാസ്തയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു ചെറിയ മിഠായി രൂപത്തിലുള്ളതും വേറൊരു ഐറ്റം. ഇനി ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാം. ഇതിൽ ഞാൻ ചിക്കൻ ചേർക്കുന്നില്ല, വെറും വെജീസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ പാസ്ത വെന്തിട്ടുണ്ട്. ഞാൻ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ കുറച്ച് ലൂസായിട്ട് കിട്ടണം. ഇതുപോലെ കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ പറ്റിപ്പിടിച്ചു പോകും. ഒരു ഭാഗത്ത് നമ്മളെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. മുട്ടക്കറിന്റെ തേങ്ങയെല്ലാം അരച്ചിട്ട് ഇതിലേക്ക് ഞാനൊരു 5 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒറോട്ടിക്കാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നേ ഒറോട്ടിയും മുട്ടക്കറിയും എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല.
നോക്കുന്നില്ല. അതിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷോർട്സും ചെയ്തിട്ടുണ്ട്. മുട്ട ഇട്ട ഉടനെ ഞാനിത് മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ച് കഴിഞ്ഞാൽ അത് വേഗം മുട്ട ആയി കിട്ടും. മുട്ട ഒന്നും നമ്മൾ ഇളക്കണ്ടേ ഇല്ല. ഇതുപോലെ സെറ്റായിട്ട് ഇട്ടു കേട്ടോ. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് മുട്ടക്കറി. മുട്ടക്കറീൻ്റെ ഒപ്പം നെയ്പ്പത്തിലും അതുപോലെ തന്നെ ദോശ എല്ലാം സൂപ്പർ ആയിരിക്കും. കുറച്ച് മുളക് കൂട്ടിയിട്ടാണ് ഇപ്രാവശ്യം ഞാൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് കളർ അത്ര കാണാൻ പറ്റും, അല്ലെങ്കിൽ മഞ്ഞ കളറായിരിക്കും. ഇനി നമ്മളെ പാസ്തേൻ്റെ പരിപാടിയാണ്. നോൺ സ്റ്റിക്കിന് ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അൺസാൾട്ടഡ് ഉപ്പില്ലാത്ത ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചുകൊണ്ട് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ബട്ടർ. ഇനി ഇതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത ഉള്ളിയും ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തരം ക്യാപ്സിക്കോ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പച്ച കളറും മഞ്ഞ കളറും. അതുപോലെ തന്നെ ഏതും ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചക്കറികൾ ഇനി ക്യാരറ്റ് വേണമെങ്കിലും അതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം. ഞാൻ എപ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കും, വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട്. ഒന്ന് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തക്കാളി മുറിച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒന്നും കൂടി ഒന്ന് വാട്ടിയെടുക്കണം. ഇത് മക്കൾസിന്റെ ഫേവറേറ്റ് ആണ്, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാനിത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുള്ളത്. മസാലേൻ്റെ ചുറ്റും റൗണ്ട് പോലെ ആക്കിയിട്ട് അതിൻ്റെ നടുവിൽ ബട്ടറാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി തീരേനായിട്ടുണ്ട്, കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം. ഇത് വൈറ്റ് സോസ് ആണ്. ഈ ഒരു വൈറ്റ് സോസ് നമുക്ക് ടർക്കിഷ് ചിക്കൻ, ലോഡഡ് ഫ്രൈസ്, അതുപോലെ സാൻഡ്വിച്ച്, അങ്ങനെ കുറേ ഐറ്റംസിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അഥവാ ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പാലൊഴിച്ച് കൊടുക്കാം. ഒരു 1.5-2 കപ്പ് പാലൊഴിച്ച് കൊടുത്താലാണ് ഒരു നല്ല ക്രീമി ആയിട്ട് കിട്ടുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും കുറച്ച് ഒറിഗാനോ, ഒരു 1/4 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അതില്ലാത്തതുകൊണ്ടാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സ്, ഉണക്ക് കായ്മുളക് പൊടിച്ചതാണ്, അത് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുക്കണം. ഇത് കാണും പോലെ ഒന്നല്ല കേട്ടോ, സൂപ്പറാണ്, ക്രീമിയാണ്. സാധാരണ ഹസ്ബൻഡിന് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, പക്ഷെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്ലൈസ് ചെഡാർ ചീസും പിന്നെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെഡാർ ചീസ് ഇല്ലെങ്കിൽ മൊസറല്ല ചീസോ അല്ലെങ്കിൽ നോർമൽ ചീസോ ഇട്ട് കൊടുക്കാം. ഏത് ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല. എൻ്റെ അടുത്ത് ഇപ്പം ഇതാ ഉള്ളത്. ഇതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു തിക്ക് ക്രീമി ആയിട്ട് കിട്ടും. ഇതെല്ലാം ചൂടാല കഴിക്കണം കേട്ടോ. തണിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ടിയാക്കിയാൽ മതി, ഒന്ന് ചൂടാക്കിയാൽ മതി. ഇനി അടുത്തതായിട്ട് മുട്ടക്കറി ഞാൻ ബൗളിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ മുത്തായത്തിനാണ് കേട്ടോ കഴിക്കുന്നത്. നോമ്പ് തുറ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ നിർത്തിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾ കാണുമ്പം ഒരുമിച്ചിട്ടാണ് കാണുക, പക്ഷെ ഞാൻ നിർത്തിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. മഗ്‌രിബ് നിസ്കാരവും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറിയിട്ടുള്ളത്. ആണുങ്ങൾ പള്ളിയിൽ പോയി തറാവിയെല്ലാം നിസ്കരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ അടുത്ത് തന്നെയാണ് പള്ളി. ഇനി അടുത്തതായിട്ട് പ്ലേറ്റിൽ പാസ്ത സെറ്റ് ചെയ്യുന്നുണ്ട്. പാസ്ത മക്കൾക്ക് ഞാൻ ലഞ്ച് ബോക്സിലെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. എല്ലെന്നൊന്നുമല്ല, എപ്പോഴെങ്കിലും. കാരണം ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. വെജീസ് എല്ലാം തലേന്ന് തന്നെ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ അടിപൊളി ഒരു ക്രീമി പാസ്ത സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഉപ്പില്ലാത്ത ബട്ടറും പാലും മൈദയും. ബാക്കി വെജീസ് ഏതുണ്ടെങ്കിലും ചെയ്തെടുക്കാം, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അടുത്തത് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒറോട്ടിയാണ്. ഒറോട്ടി കുറേ കിട്ടിയിട്ടുണ്ട്, ഞാൻ വിചാരിച്ചിട്ടില്ല. ആ ബൗളിലുള്ള മാവ് കൊണ്ട് ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. 10 ഒറോട്ടി കിട്ടിയിട്ടുണ്ട്. നമ്മളെ നാട്ടിലെല്ലാം പിയാപ്പിളാറ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ദിവസവും അവർക്ക് കൊടുക്കും കേട്ടാ. ടേബിളിലെ മെയിനാണ് ഒറോട്ടി. അത് നമ്മളെ അടുപ്പത്തുനിന്ന് ഉമ്മമാർ കുറേ ചുട്ടെടുക്കും. എൻ്റെ വീട്ടിലെല്ലാം ആദ്യമെല്ലാം വെലിങ്ങനെ കുറേ അട്ടിക്കട്ടിക്ക് ചുട്ടെടുക്കും. എന്നിട്ട് ലാസ്റ്റ് തേങ്ങാപ്പാലോ പശു നെയ്യോ പുരട്ടി കൊടുക്കും. ഇത് പണ്ട് മുതലേ ഉള്ളതാണ്. ഉസ്താദ്മാരെല്ലാം വരുമ്പം ഒരിക്കൽ പ്രത്യേകിച്ചിട്ട് ഒറോട്ടിയാണ് ചുട്ടെടുക്കുക. ചിലർ മലപ്പുറത്തു നിന്നെല്ലാം വരുന്ന ഉസ്താദ്മാരിലാണെങ്കിൽ ഒരിക്കൽ ആദ്യത്തെ അനുഭവമായിരിക്കും ഇത്. പിന്നെ നമ്മളെ നാട്ടിലെ നോമ്പിന്റെ ഹൈലൈറ്റ് കുഞ്ഞിപ്പത്തിലാണ്. അതും ബീഫ് കൊണ്ടുള്ള കുഞ്ഞിപ്പത്തിലാണ്. ഉമ്മാമ്മ അമ്മായിമാർ എല്ലാവരും കൂടിയിട്ട് ഉരുട്ടിയെടുത്തിട്ട് കുറേ ഉണ്ടാക്കിയെടുക്കും. ഞാൻ വിചാരിക്കലുണ്ട് ആദ്യം ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന്, പക്ഷേ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇതിൽ റെസിപ്പീസ് എല്ലാം ഇട്ടിട്ടുണ്ട്, ചിക്കൻ കൊണ്ടും അതുപോലെ ബീഫ് കൊണ്ടെല്ലാം. എൻ്റെ ഇന്നത്തെ നോമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. റമദാൻ ഡേ എന്നും പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി നോമ്പ് തുറയെല്ലാം വരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിക്കാം. പക്ഷേങ്കിൽ മാക്സിമം UAE 2 മണിക്കും നാട്ടിലത്തെ 3:30 മണിക്കും ഞാൻ വീഡിയോ ഇടലുണ്ട്. അത് നോമ്പ് തുറേൻ്റെ റെസിപ്പീസാണ് ഇപ്പം കൂടുതൽ ഇടല്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.